ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഇൻഡോർ പ്ലാന്റ് കെയർ ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഗാർഡനിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ചെടികളോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിൽ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ആ ചെടികൾക്ക് എന്തൊക്കെ കെയറിങ് ആണ് കൊടുക്കാറുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് നോക്കിയെടുക്കാറുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഇൻഡോർ ഗാർഡനിങ് അല്ലെങ്കിൽ ഇൻഡോറിൽ പ്ലാന്റ് ഒക്കെ വെച്ച് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതായത് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വീടിനകത്ത് ചെടികളൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എല്ലാവരുടെയും ഒരു ധാരണ ഇത് ഒരുപാട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് പാടാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ ആ ഒരു ആഗ്രഹത്തെ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയാണ്, ഇൻഡോർ ഗാർഡനിങ് എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമയം പോലെ വളരെ കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരാൾക്കും ഇൻഡോർ ഗാർഡനിങ് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും അതെ, തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പിന്നെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് 1-2 പ്ലാന്റൊക്കെ വെച്ച് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ഒരുപാടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു രീതിയിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു ഇൻഡോർ പ്ലാന്റൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ ചെടികളെയും പോലെ തന്നെ ഇൻഡോറിലുള്ള ചെടികൾക്കും സൺലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇൻഡോറിൽ ചെടികൾ വെക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുമ്പോൾ ആ ചെടി പ്രോപ്പറായിട്ട് വളരാതെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡോറിലാണ് നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് തന്നെ വേണം നമ്മൾ നമ്മുടെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ചെടികൾക്കും സൺലൈറ്റിൻ്റെ അളവ് ഡിഫറെൻ്റ് ആണ് എങ്കിലും ബേസിക്കായിട്ട് എല്ലാ ചെടികൾക്കും തന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ചെടികൾ വെക്കുന്ന സമയത്ത് നമ്മുടെ വിൻഡോ ഏരിയകളിലൊക്കെ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. കാരണം അത്യാവശ്യം സൺലൈറ്റ് കിട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. വിൻഡോൻ്റെ മുകളിലായിട്ടും അല്ലെങ്കിൽ വിൻഡോൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമുക്ക് പ്ലാന്റ് കോർണറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഇതുപോലെ വലിയൊരു വിൻഡോ സ്പേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അത്ര സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെക്കുന്ന ചെടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ചെടികളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 1-2 തവണയെങ്കിലും നമ്മൾ ഇതുപോലെ നമ്മുടെ വിൻഡോൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്യാവശ്യം സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ ഒക്കെ നമുക്ക് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് തിരിച്ച് മറ്റേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ സൺലൈറ്റ് അത്യാവശ്യം കിട്ടുന്ന സ്ഥലത്തൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ അകത്ത് ആ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിക്ക് സൺലൈറ്റ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാന്റുകൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ പ്ലാന്റിൻ്റെ എല്ലാ ഏരിയയിലേക്കും സൺലൈറ്റ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആ പ്ലാന്റ് മുഴുവനായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും പ്ലാന്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടറിങ് അല്ലേ. ഇൻഡോർ ഗാർഡനിങ്ങിൻ്റെ വാട്ടറിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഇൻഡോർ പ്ലാന്റ് നനയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മണ്ണിൽ ഇതുപോലെ നമ്മുടെ ഫിംഗർ ഏതാണ്ട് ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ ലെങ്ത്തിൽ നമ്മൾ ഫിംഗർ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ ആ മണ്ണിന് നനവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ആ മണ്ണ് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ പോട്ടിൽ അത്യാവശ്യം നന്നായി വെള്ളം ഒഴിച്ച് പോട്ടിൻ്റെ താഴെയുള്ള ഹോളിൽ കൂടെ താഴേക്ക് വെള്ളം വരുന്ന അത്രയും വിധം നമ്മൾ നിറച്ച് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം നമ്മൾ ആ താഴെ വരുന്ന ട്രേയിലുള്ള വെള്ളം മാറ്റി ഒഴിച്ച് കളഞ്ഞതിന് ശേഷം വേണം പ്ലാന്റ് വീണ്ടും അതുപോലെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ ഇതുപോലെ പ്ലാന്റുകൾ നമ്മുടെ വാഷ്റൂമിലോ അല്ലെങ്കിൽ സിങ്കിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇലകൾക്കും ഒക്കെ വെള്ളം കിട്ടുന്ന രീതിയിൽ നന്നായി നനച്ചെടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നന്നായി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ഒന്നും നമുക്ക് എല്ലാ ദിവസവും നനയ്ക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളമാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ ബാത്റൂമിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇലകളും ഒക്കെ നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റുകളും ആ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാം ഈ ഒരു കുഞ്ഞു പോട്ടിലാണല്ലോ ഈ ഒരു പ്ലാന്റ് വളരുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ഇങ്ങനെ തറഞ്ഞു പോകാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മൾ ആ മണ്ണുകളൊക്കെ വേരിന് വലിയ പ്രശ്നമൊന്നും തട്ടാത്ത രീതിയിൽ പതുക്കെ ഇതുപോലെ ഒന്ന് ഡിഗ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഡിഗ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ സോയിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഓക്സിജൻ സർക്കുലേഷനൊക്കെ ഉണ്ടാവുകയുള്ളൂ, പ്ലാന്റ് പ്രോപ്പറായിട്ട് വളരാൻ അത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. മാസത്തിലൊരിക്കലെങ്കിലും ഇത് ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റുകളിൽ ഇതുപോലെ ഉണങ്ങിയ ഇലകളും അതിൻ്റെ തണ്ടുകളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുള്ള ചെടികളെ പോലെയല്ല, നമ്മൾ അതെല്ലാം എടുത്തു മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം കുഞ്ഞു പോട്ടിലായ കാരണം തന്നെ ഈ വീഴുന്ന ഇലകളൊന്നും ഒരു റീകമ്പോസ്റ്റ് ആവാനുള്ള ഒരു സ്പേസ് ഒന്നും നമുക്ക് ആ ഒരു പോട്ടിൽ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഉണങ്ങിയ ഇലകളും കമ്പുകളും ഒക്കെ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചെടികളിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉണങ്ങിയ ഇലകൾ മാത്രമല്ല, ഇപ്പോൾ മണി പ്ലാന്റ് പോലുള്ള ചെടികളൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്ന് വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെ തലപ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നല്ല ബുഷിയായിട്ടൊക്കെ ആ പ്ലാന്റ് വളർന്നു വരുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്യാനൊന്നും മടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് പ്ലാന്റുകൾ വളർന്നു വരുള്ളൂ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലീനിങ്. നമുക്കറിയാം ഇൻഡോറിലെ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ പൊടിയൊക്കെ പിടിച്ചിരിക്കാനൊക്കെ ഉള്ള ചാൻസ് നല്ലോണം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കലൊക്കെ ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഈ ലീഫുകളൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ പ്ലാന്റ് നമ്മളെ ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഈ ഇലകൾക്കിടയിലുള്ള ഓക്സിജൻ സർക്കുലേഷന് വേണ്ടിയിട്ടും നമ്മൾ ഈ പ്ലാന്റിലെ പൊടികളൊക്കെ കളയുന്നത് അത്യാവശ്യമാണ്. അപ്പോഴാണ് ആ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ വളർന്ന് വരികയുള്ളൂ. ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീടിനകത്ത് ചെടികളൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.